സുർജിത്ത് ചെയ്യുന്നത് പുഞ്ചിരിമട്ടത്താണ്. സുർജിത്ത്, പുഞ്ചിരിമട്ടം എന്ന പ്രദേശമാണ്, അതായത് ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ പ്രഭവ കേന്ദ്രം ഇതാണ്. ആ പ്രഭവ കേന്ദ്രം ആദ്യമായി നമ്മൾ കാണിക്കുന്നു. ഞാൻ ഇതിന്റെ തലേ ദിവസം ഇവിടേക്ക് എത്തിയതാണ്. തൊട്ടടുത്തുള്ളത് ഏലമലക്കാടാണ്. ആ ഏലമലക്കാടിലേക്ക് ഒരു റോഡ് ഉണ്ടായിരുന്നു, അവിടേക്ക് ഒരു പാലമുണ്ടായിരുന്നു. ആ മേഖലയിലാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഉരുൾപൊട്ടലിന്റെ ആഴം എത്രമാത്രമെന്ന് ഇവിടെ നിന്നും വെള്ളം കുതിച്ച് എത്തുകയാണ് ഉണ്ടായത്. ഈ പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഏറ്റവും ശക്തമായ മേഖലയിൽ ഇവിടെ നിന്നാണ് അതിന്റെ പ്രഭവ കേന്ദ്രം. ഇവിടെ നിന്നും ഉരുൾപൊട്ടി താഴേക്ക് ഒലിച്ച് ഇറങ്ങുകയായിരുന്നു. ഈ മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. അവർ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ എത്തിയ ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇവിടെ ആളുകളുണ്ടായിരുന്നു? ഇവിടെ പരമാവധി ആളുകളൊക്കെ നമ്മൾ ഒഴിപ്പിച്ചിരുന്നു. ഒരു ട്രൈബൽ ഏരിയയിൽ നിന്ന് പരമാവധി ആളുകളെ നമ്മൾ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ രണ്ടാളുകൾ ഈ കാട്ടിലേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് അത് തെരച്ചിലായിരുന്നു ഇപ്പോൾ ഇതുവരെ നടന്നുകൊണ്ടിരുന്നത്. രാവിലെ മുതലുള്ള തെരച്ചിലാണ് നടത്തിയത്. ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് പോലീസിന്റെ ഉൾപ്പെടെ നിയന്ത്രണത്തിലാണ് ഈ പ്രദേശമുള്ളത്. ഇവിടെ നിന്നും ഇതാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളതാണ് നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയുന്നത്. അത്രമാത്രം സുരക്ഷിതമല്ലാത്ത മേഖലയല്ല. നമ്മൾ ഇവിടെ നിന്ന് വേഗത്തിൽ ഇറങ്ങുകയാണ്. എന്തായാലും ഇവിടെ കൂടുതൽ ഈ മഴപ്പെയ്ത്തിന്റെ ഒരു അവസ്ഥയുണ്ട്, മൂടൽമഞ്ഞുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ ഒരു ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഭൂപ്രദേശമാണ്. എന്തായാലും ഈ മേഖല പൂർണ്ണമായും തച്ചു തുടച്ച് ഒഴുകുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം പ്രേക്ഷകർ കാണുകയാണ്. ഇവിടെ നിന്നാണ് വല്ലാത്ത വിനാശത്തിന്റെ തുടക്കം. ഇവിടെ നിന്ന് പൊട്ടിയത് ഒരുപാട് മീറ്ററുകൾ, സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് മീറ്ററുകൾ മുകളിലുള്ള മലയുടെ ഏറ്റവും ടോപ്പിൽ നിന്നും അധികം താഴെ അല്ലാതെയാണ് ഈ പ്രഭവ കേന്ദ്രം. ഇവിടെ നിന്നാണ് പൊട്ടിയൊലിച്ച് അത് താഴേക്ക് എത്തി ഈ മുണ്ടക്കൈ മേഖലയിൽ പുഞ്ചിരിമട്ടത്തേക്ക് പതിച്ച് മുണ്ടക്കൈ മേഖല ഒന്നാകെ വാഷ് ഓഫ് ചെയ്ത് അവിടെ നിന്ന് താഴേക്ക് ഒഴുകി ചൂരൽമലയിലേക്കും വെള്ളിമലയിലേക്കും ഒക്കെ അതുവഴി ഒഴുകി ഇറങ്ങി മുണ്ടേരി പുഴയിലൂടെ ചാലിയാറിലേക്ക് ഒഴുകിയ അങ്ങനെയായിരുന്നു വിനാശത്തിൻ്റെ ഗതി. ആ വിനാശത്തിൻ്റെ ഗതിയിൽ അത് ഒഴുക്കിക്കൊണ്ട് പോയത് ഒരുപാട് ജീവനുകളെയാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതി, കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ ആൾനാശം, വലിയ 286 എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരൊറ്റ പ്രകൃതി ദുരന്തത്തിൽ അത്രയും ഡെത്തുകൾ ഇന്നേ വരെ ഐക്യകേരളത്തിൻ്റെ അടുത്തതിൽ ഉണ്ടായിട്ടില്ല. അത് സംഭവിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വല്ലാത്ത ദിവസങ്ങൾ കൂടെ അങ്ങനെ ഉറങ്ങലിച്ച ഒരു കലാമിറ്റി ദിവസങ്ങളിലൂടെ കാര്യങ്ങൾ പോയി. 287 ഏറ്റവും ഒടുവിൽ വരുന്ന മരണസംഖ്യ.